ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ജമുവയിൽ നാളെ നടക്കുന്ന ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഈ മാസം 20-ന് മഹാരാഷ്ട്ര ഝാർഖണ്ഡ് നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. 2047-ൽ വികസിത ഭാരതം എന്ന പ്രമേയവുമായി 43ാമത് ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാരമേളയ്ക്ക് ഡൽഹിയിൽ തുടക്കം. പ്രമേഹത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പ്രമേഹ ദിനം. മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. തിരക്ക് കണക്കിലെടുത്ത് സൌത്ത് സെൻട്രൽ റെയിൽവേ പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തും. ഇന്ന് ശിശുദിനം. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ദാദർ നഗർ ഹവേലി ദാമൻ ദിയു സന്ദർശനം ഇന്ന് സമാപിക്കും. ഇന്നലെ സിൽവാസയിലെ നമോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ച രാഷ്ട്രപതി വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും സംവദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ജമുവയിൽ നാളെ നടക്കുന്ന ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. പ്രമുഖ ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷിക ദിനമാണ് രാജ്യം ജൻജാതീയ ഗൌരവ് ദിവസമായി ആഘോഷിക്കുന്നത്. ബിർസ മുണ്ടയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പും സ്മാരക നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കും. ഗോത്രവർഗ വിഭാഗങ്ങളിലെ ഉന്നമനത്തിനായുള്ള 6640 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും ശ്രീ നരേന്ദ്രമോദി തുടക്കം കുറിക്കും. രാജ്യത്തുടനീളമുള്ള 100 ജില്ലകളിലെ ജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഇതോടനുബന്ധിച്ച് ഇടുക്കിയിലും കാസർഗോഡും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയാകും. ഈ മാസം 20-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്. വരും ദിവസങ്ങളിൽ മുന്നണികളുടെ പ്രമുഖർ എല്ലാ മണ്ഡലത്തിലും എത്തും. മഹാരാഷ്ട്രയിൽ 288 അംഗ നിയമസഭയിലേക്ക് ഈ മാസം 20-ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിന് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ബിജെപിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് വിവിധ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 2 ഇടങ്ങളിൽ തിരഞ്ഞെടുപ്പ് റാലികളിൽ ഇന്ന് പങ്കെടുക്കും. ഝാർഖണ്ഡിൽ 2ാം ഘട്ട പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. വിവിധ പാർട്ടികളുടെ പ്രമുഖ നേതാക്കളും പ്രചാരണ രംഗത്തുണ്ട്. കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ അമിത് ഷാ ഇന്ന് വിവിധ റാലികളിൽ പങ്കെടുക്കും. മുതിർന്ന ജെഎംഎം നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സൊറേൻ, ആർജെഡി, എജെഎസ്യു എന്നീ കക്ഷികളുടെ നേതാക്കൾ എന്നിവരും വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. 1ാം ഘട്ട തിരഞ്ഞെടുപ്പിൽ 66% പോളിംഗാണ് ഝാർഖണ്ഡിൽ രേഖപ്പെടുത്തിയത്. 43ാമത് ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാരമേളയ്ക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മേള ഉദ്ഘാടനം ചെയ്തു. 2047-ൽ വികസിത ഭാരതം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഡിജിറ്റൽ ഇന്ത്യ പവലിയനാണ് മേളയിലെ മുഖ്യ ആകർഷണം. ഝാർഖണ്ഡിനാണ് ഇത്തവണ പ്രാമുഖ്യം. ബീഹാറും ഉത്തർപ്രദേശുമാണ് പങ്കാളിത്ത സംസ്ഥാനങ്ങൾ. ഇന്ത്യയുടെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാരമേള ദുബായിൽ ആരംഭിച്ചു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന മേള ഇന്ന് സമാപിക്കും. ഇന്ന് ലോക പ്രമേഹ ദിനം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന സുപ്രധാന പൊതുജനാരോഗ്യ വെല്ലുവിളിയായ പ്രമേഹത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത്. പ്രമേഹ പ്രതിരോധം, നേരത്തെയുള്ള രോഗനിർണയം എന്നിവയിൽ സമഗ്രമായ നടപടിയുടെ അടിയന്തര ആവശ്യം ഉയർത്തിക്കാട്ടുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. തടസ്സങ്ങൾ നീക്കാം, വിടവുകൾ നികത്താം, പ്രമേഹ രോഗ നിയന്ത്രണത്തിനും രോഗികളുടെ ക്ഷേമത്തിനുമായി ഒരുമിക്കാം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. മാറുന്ന ജീവിത സാഹചര്യത്തിൽ വ്യായാമം, ചിട്ടയായ ദിനചര്യ എന്നിവയിലൂടെ പ്രമേഹത്തോടൊപ്പം അനുബന്ധ രോഗങ്ങളും തടയാൻ സാധിക്കുമെന്ന് പ്രമുഖ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ജ്യോതിദേവ് കേശവ്ദേവ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. പ്രമേഹം എന്നത് രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുന്ന മാത്രം ചികിത്സ ആവശ്യമുള്ള ഒരു രോഗമല്ല. പ്രമേഹം കാരണം ഒരു വ്യക്തിക്ക് വരുവാൻ സാധ്യതയുള്ള 200-ലധികം രോഗങ്ങളിൽ ഏതിനൊക്കെയാണ് സാധ്യത എന്ന് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്ന മാർഗങ്ങളും ചികിത്സയും കൂടി സ്വീകരിക്കേണ്ടതായിട്ട് വരും. നമ്മളുടെ ആയുസ് ഇപ്പോൾ 75-ഉം 80-ലേക്കും ഉയർന്ന് എത്തി നിൽക്കുന്നത് സയൻസ് ആൻഡ് റിസർച്ചിന്റെ ഫലം മാത്രമാണ്. ഔഷധങ്ങൾ തിരിച്ചറിഞ്ഞ് പാർശ്വഫലങ്ങൾ കുറവുള്ള ലോകം മുഴുവൻ ലഭ്യമായിട്ടുള്ള ഔഷധങ്ങൾ മാത്രം പ്രമേഹ രോഗികൾ ഉപയോഗിക്കുക. 7ാം ധനകാര്യ കമ്മീഷന് 2 ജോയിന്റ് ഡയറക്ടർമാരുടെ താൽക്കാലിക തസ്തിക സൃഷ്ടിച്ച് അന്യത്ര സേവന വ്യവസ്ഥയിൽ നിയമനം നടത്താൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പത്തനംതിട്ട കലഞ്ഞൂർപാടം റോഡ് പ്രവൃത്തിയുടെ ടെൻഡറും തിരുവനന്തപുരം പഴകുറ്റി മംഗലപുരം റോഡ് റീച്ച് 3-ലെ പോത്തൻകോട് മംഗലപുരം പ്രവൃത്തിക്കുള്ള ടെൻഡറും യോഗത്തിൽ അംഗീകരിച്ചു.
ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നു. വായു ഗുണനിലവാര സൂചികയിൽ ഇന്ന് രാവിലെ 432 രേഖപ്പെടുത്തിയത്. അടുത്ത 3 ദിവസങ്ങളിൽ പുകമഞ്ഞ് അനുഭവപ്പെടുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2024 ബൂക്കർ പുരസ്കാരം ബ്രിട്ടീഷ് സാഹിത്യകാരി സാമന്ത ഹാർവേയ്ക്ക്. ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് പുരസ്കാരം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ യാത്രികരുടെ കഥയാണ് പുസ്തകം പ്രതിപാദിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി KK രത്നകുമാരിയെ തിരഞ്ഞെടുത്തു. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. കൊച്ചിയുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകാൻ സഹായകമാകുന്ന മൂന്നാമത്തെ റോയുടെ നിർമ്മാണ കരാർ കൊച്ചി കപ്പൽശാലയും കൊച്ചി കോർപ്പറേഷനും ഒപ്പുവച്ചു. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ സാമ്പത്തിക സഹായത്തോടെ 14.9 കോടി രൂപ ചെലവിലാണ് റോറോ നിർമ്മിക്കുന്നത്. തീർത്ഥാടകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും വെർച്വൽ ക്യൂവിനൊപ്പം തത്സമയ ബുക്കിംഗിനും ഉൾപ്പെടെ വിപുലമായ സൌകര്യങ്ങളോടെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങി ശബരിമല. നാളെ വൈകിട്ട് 5-ന് നട തുറക്കും. പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണവും നാളെ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ. 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും 10,000 പേർക്ക് തത്സമയ ബുക്കിംഗും അടക്കം 80,000 പേർക്ക് പ്രതിദിന ദർശന സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ആധാർ രേഖകൾ നൽകിയാണ് തത്സമയ ബുക്കിംഗ് നടത്തേണ്ടത്. പമ്പ, എരുമേലി, വണ്ടിപ്പെരിയാർ സത്രം എന്നിവിടങ്ങളിൽ പ്രത്യേക കൌണ്ടറുകൾ ഉണ്ടാകും. ഇക്കുറി 18 മണിക്കൂറാണ് ദർശന സമയം. തിരക്ക് വർദ്ധിച്ചാൽ സമയം 1 മണിക്കൂർ കൂടി വർദ്ധിപ്പിക്കും. തീർത്ഥാടകർക്കും ജീവനക്കാർക്കുമായി അപകട മരണങ്ങൾക്ക് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് ദേവസ്വം ബോർഡ് 5 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടന കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് സൌത്ത് സെൻട്രൽ റെയിൽവേ 26 പ്രത്യേക സർവീസുകൾ നടത്തും. സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിന് ഫസ്റ്റ് AC, സെക്കൻഡ് AC, തേർഡ് AC, സ്ലീപ്പർ, ജനറൽ കോച്ചുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് ഒഴിവാക്കാൻ ട്രെയിൻ സമയക്രമം പരിശോധിച്ച് ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് റെയിൽവേ അറിയിച്ചു. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ശനിയാഴ്ച മുതൽ കൺട്രോൾ റൂം പ്രവർത്തനം സജ്ജമാകും. ഇന്ന് ശിശുദിനം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി രാജ്യമെമ്പാടും ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ശിശുദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെമ്പാടും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിശുദിന സന്ദേശം നൽകും. ശിശുദിന സ്റ്റാമ്പും ചടങ്ങിൽ പ്രകാശനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലാജെ ഇന്ന് കൊച്ചി സന്ദർശിക്കും. ഉച്ചയ്ക്ക് കയർ ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്ന അവലോകന യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുക്കും. തുടർന്ന് ഏലൂർ പാതാളം ESIC ആശുപത്രിയും മന്ത്രി സന്ദർശിക്കും. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ 2ാം തേരുത്സവം ഇന്ന് ആഘോഷിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. 1ാം തേര് ദിനമായ ഇന്നലെ അഗ്രഹാരത്തിലെ പ്രധാന ക്ഷേത്രമായ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് രഥാരോഹണം നടന്നത്. അനുബന്ധ ക്ഷേത്രങ്ങളിലെ രഥാരോഹണവും രഥപ്രയാണവും ഇന്നും നാളെയുമായാണ് നടക്കുക. ഇന്ന് 2ാം തേര് ദിവസം രാവിലെ പുതിയ കൽപ്പാത്തി മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥാരോഹണം നടന്നു. നാളെയാണ് ദേവരഥ സംഗമം. തിരക്ക് കണക്കിലെടുത്ത് സുരക്ഷയൊരുക്കാൻ വൻ പോലീസ് സംഘത്തെയാണ് കൽപ്പാത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത്. രഥോത്സവം പ്രമാണിച്ച് നാളെ പാലക്കാട് താലൂക്കിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം വെട്ടുകാട് മാദ്രെ ദേ ദേവൂസ് ദേവാലയത്തിലെ തിരുനാളിന് നാളെ തുടക്കമാകും. വൈകിട്ട് നടക്കുന്ന പൊന്തിഫിക്കൽ കുർബാനയോടെയാണ് തിരുനാളിന് തുടക്കമാകുന്നത്. ഈ മാസം 23 വരെയാണ് തിരുനാൾ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അടുത്ത 3 ദിവസം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പേപ്പാറ ഡാമിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകൾ ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് 10 സെന്റിമീറ്റർ വീതം ഉയർത്തും. അരുവിക്കര ഡാമിന്റെ 5 ഷട്ടറുകൾ ഇതേ സമയത്ത് 10 സെന്റിമീറ്റർ വീതം ഉയർത്തുമെന്നും ഇരു ഡാമുകളുടെയും സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ജമുവയിൽ നാളെ നടക്കുന്ന ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഈ മാസം 20-ന് മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. 2047 വികസിത ഭാരതം എന്ന പ്രമേയവുമായി 43ാമത് ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാരമേളയ്ക്ക് ഡൽഹിയിൽ തുടക്കം. പ്രമേഹത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പ്രമേഹ ദിനം. മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. തിരക്ക് കണക്കിലെടുത്ത് സൌത്ത് സെൻട്രൽ റെയിൽവേ പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തും. ഇന്ന് ശിശുദിനം. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.